CMRL കേസിൽ വസ്തുത പുറത്തു വരുന്നതിൽ UDF-നും LDF-നും ഒരുപോലെ ഭയമുണ്ട്. തങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അവർക്കറിയാം. ഈ കൊള്ള മുതൽ അതിൻ്റെ ലാഭം LDF-നെ പോലെ UDF-നും കിട്ടിയിട്ടുണ്ട്. അത് ശരിയായ നിലയിൽ അന്വേഷിച്ച് തെളിഞ്ഞു വന്നാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മാതിരി വളഞ്ഞ വഴി UDF സർക്കാരും എടുക്കുന്നത്. CMRL കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ അത് ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ പേരിൽ അത് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അവകാശത്തിന്റെ പേരിൽ ഈ കേസിലെ പ്രതികളിൽ ഒരാളെ സംരക്ഷിക്കുന്നു എന്ന് കരുതുന്നു. അല്ല, സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിലാണ്. ഭരണഘടനാപരമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അത് ഭരണഘടനാപരമായ സംരക്ഷണമാവില്ലേ? അത് അവിടുന്ന് ഒഴിവാക്കണ്ടല്ലേ ചോദ്യം. അതല്ലേ, അത് ഉറപ്പല്ലേ? തലേ ദിവസം കോഴിക്കോടുണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വരികയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ. പിണറായി വിജയനെ ആരും ഇവിടെ തടഞ്ഞു വയ്ക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ വഴിയും രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയൻ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് എന്നെ ആരും ഒന്നും ചോദ്യം ചെയ്യുന്നത് കണ്ടില്ല എന്നാണ്. എന്നോട് ആരും ഒന്നും ചോദിക്കുന്നത് കണ്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ ഇരുന്നത്? എന്തായിരുന്നു അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ച ഇമേജ്? വരുത്തി തീർക്കാൻ ശ്രമിച്ച കാര്യം എന്തായിരുന്നു? കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ അനധികൃതമായിട്ട് ED ചോദ്യം ചെയ്യുകയാണെന്നുള്ളൊരു ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ലേ? എന്നിട്ട് ലാൽ സലാം വിളിച്ചിട്ട് അല്ലെ സഖാക്കൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞില്ലേ? സഖാക്കൾ എന്തിന് നിൽക്കണം പിണറായി വിജയൻ്റെ കൂടെ? പിണറായി വിജയൻ്റെ മകൾ മാത്രമാണ് ഇപ്പോൾ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന് സഖാക്കൾ നിൽക്കണം? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ പാർട്ടി പറഞ്ഞതല്ലേ അത് കുടുംബക്കാരുടെ കാര്യമാണ്? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? ആ മാന്യത ശ്രീ പിണറായി വിജയൻ കാണിച്ചോ? എന്നിട്ട് പറയുകയാണ് സഖാക്കളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, ലാൽ സലാം. അപ്പോൾ അദ്ദേഹമാണ് ഭരണഘടനയുടെ കവചം ഈ കേസിൽ അന്വേഷണ ഏജൻസികളെ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ചത് ശ്രീ പിണറായി വിജയനാണ്. പാർട്ടിയാണെങ്കിൽ അതിനേക്കാൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് വീണ വിജയനെ സംരക്ഷിക്കാൻ അന്വേഷണ ഏജൻസികളെ ആക്രമിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അന്വേഷണ ഏജൻസികളെ ആക്രമിക്കാനും തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ച പല ആളുകളും പല സംസ്ഥാനത്തും ഉണ്ട്. ബംഗാളിലൊക്കെ ഇപ്പോൾ ഗതികിട്ടാ പ്രേതം പോലെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നെറികെട്ട നിലപാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതിന് കൂട്ടുനിൽക്കാൻ എന്തിനാണ് UDF തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.